അപ്പോൾ പാർട്ട് ടൈം ജോലിയിലേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇവിടുന്ന് പോകുന്ന ഇന്ത്യൻ കുട്ടികൾ ചെയ്യുന്നത് ഇൻഡോർ ഔട്ട്ഡോർ വർക്കുകളുണ്ട്. ഇപ്പോൾ റെസ്റ്റോറൻറ്റിലെ വർക്കുകൾ അല്ലെങ്കിൽ ഡെലിവറി വർക്കുകൾ ഇതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ശതമാനം ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഒരു 150ഓളം ആളുകൾ ഇൻ്റർവ്യൂ ചെയ്തു. അതിൽ ഏകദേശം 90 ആളുകൾ മാത്രമേ ഇൻ്റർവ്യൂവിന് തയ്യാറായത്. 60 ആൾക്കാർ അതിൽ പല രീതിയിൽ ഇവിടുന്ന് തെറ്റായ വാഗ്ദാനങ്ങൾ ട്രാപ്പ് ചെയ്യപ്പെട്ടുള്ള ആളുകളുണ്ടായിരുന്നു. അവരൊരിക്കലും തന്നെ ക്യാമറയുടെ മുമ്പിൽ വരാൻ തയ്യാറായിരുന്നില്ല. കാരണം നിങ്ങൾ നമ്മൾ അവരുടെ പെർസ്പെക്റ്റീവ് നിന്ന് ആലോചിക്കുമ്പോൾ ശരിയാണെന്ന് തോന്നി. കാരണം അവരുടെ ചുറ്റും വലിയൊരു സർക്കിൾ വിചാരിക്കുന്നത് ഇന്നും മക്കൾ വലിയ നല്ല നിലയിൽ അവിടെ പഠിക്കുക എന്നാണ്. അപ്പോൾ അതറിയാണ്ട് ഇപ്പോൾ ടി വിയുടെ മുമ്പിൽ വന്ന് മീഡിയയിൽ സംസാരിക്കുമ്പോൾ അവരുടെ വീട്ടുകാർക്കൊക്കെ ഉണ്ടാവുന്ന ഒരു നാണക്കേടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഫീൽഡിൽ ഒരു റെഗുലേഷൻസ് ഇല്ലെങ്കിലും എന്തും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ലാത്തതിന് കാരണം കുട്ടികൾ തയ്യാറാവുന്നില്ല പറയാൻ. അത് ഓപ്പൺ അപ്പ് ചെയ്യാൻ ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളത് പറയാൻ തയ്യാറാവും, നമ്മൾ ഫൈറ്റ് ചെയ്യും. മറിച്ച് വലിയൊരു ഇമേജ് ബിൽഡ് ചെയ്തിട്ടാണ് ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അവർക്ക് ഒരിക്കലും അത് ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം.